മഹാരാണ പ്രതാപ് ഭാരതീയ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ രാജ്പുത് യോദ്ധാക്കളിൽ ഒരാളായിരുന്നു. അദ്ദേഹം മേവാർ രാജസ്ഥാൻ എന്ന പ്രദേശത്തിന്റെ ഭരണാധികാരിയായിരുന്നു. ധൈര്യത്തിന്റെയും ത്യാഗത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രതീകമായി അറിയപ്പെടുന്നു. മുഗൾ ചക്രവർത്തിയായ അക്ബറിന്റെ മുമ്പിൽ ഒരിക്കലും തലകുനിയാത്തതിനാൽ അദ്ദേഹം പ്രത്യേകിച്ച് ഓർമ്മിക്കപ്പെടുന്നു. പ്രാരംഭ ജീവിതം. ജനനം 9 മെയ് 1540. ജന്മസ്ഥലം കുംഭൽഗഡ് കോട്ട, രാജസ്ഥാൻ. പിതാവ് ഉദയ് സിംഗ് ദ്വിതീയൻ. മാതാവ് ജയവന്താബായി. അദ്ദേഹം മേവാറിലെ സിസോദിയ രാജവംശത്തിൽ പെട്ടവനായിരുന്നു. ബാല്യകാലം മുതൽ അദ്ദേഹത്തിന് പരിശീലനം നൽകിയിരുന്നു. വാൾപ്രയോഗം, കുതിരസവാരി, അമ്പെയ്ത്ത് യുദ്ധകൗശലം. അദ്ദേഹത്തിന്റെ ഉയരം ഏകദേശം 7 അടി ആയിരുന്നുവെന്നും ഭാരമേറിയ ആയുധങ്ങൾ ധരിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു. മേവാറിന്റെ മഹാരാണ 1572. പിതാവിന്റെ മരണത്തിനുശേഷം അദ്ദേഹം മേവാറിന്റെ ഭരണാധികാരിയായി. ആ കാലത്ത് ഭൂരിഭാഗം രാജ്പുത് രാജാക്കന്മാർ മുഗൾ ഭരണാധികാരത്തെ അംഗീകരിച്ചിരുന്നു. എന്നാൽ മഹാരാണ പ്രതാപ് അക്ബറിന്റെ മുമ്പിൽ തലകുനിയാൻ വിസമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞതായി വിശ്വസിക്കുന്നു: അടിമത്തത്തിൽ കൊട്ടാരങ്ങളിൽ ജീവിക്കുന്നതിനേക്കാൾ സ്വാതന്ത്ര്യത്തോടെ കാട്ടിൽ ജീവിക്കുന്നത് മെച്ചമാണ്. ഹൽദിഘാട്ടി യുദ്ധം 1576. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രശസ്തമായ സംഭവം ഹൽദിഘാട്ടി യുദ്ധം. തീയതി 18 ജൂൺ 1576. വിരോധികൾ മുഗൾ സൈന്യം. രാജാ മാൻ സിംഗ് നയത്തിൽ. സ്ഥലം ഹൽദിഘാട്ടി, രാജസ്ഥാൻ. മുഗൾ സൈന്യം എണ്ണത്തിൽ കൂടുതലായിരുന്നുവെങ്കിലും മഹാരാണ പ്രതാപ് അതുല്യമായ ധൈര്യത്തോടെ യുദ്ധം ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കുതിരയായ ചേതക് ഈ യുദ്ധത്തിൽ അമരത്വം നേടി. ചേതകിന്റെ കഥ. ചേതക് ഒരു കുതിര മാത്രമല്ല, വിശ്വസ്തതയുടെ പ്രതീകമായിരുന്നു. യുദ്ധത്തിനിടെ ചേതക് ഒരു ആനയുടെ മുകളിലൂടെ ചാടി ഗുരുതരമായി പരിക്കേറ്റു. എങ്കിലും മഹാരാണയെ സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചു. പിന്നീട് വീരമൃത്യു വരിച്ചു. ഇന്ന് പോലും രാജസ്ഥാനിൽ ചേതകിന്റെ സ്മാരകം നിലനിൽക്കുന്നു. വനവാസവും പോരാട്ടവും. യുദ്ധത്തിന് ശേഷം മഹാരാണ പ്രതാപും കുടുംബവും കാട്ടിൽ താമസിക്കാൻ നിർബന്ധിതരായി. അവർ സഹിച്ചത് ദാരിദ്ര്യം, വിശപ്പ്, കഠിന ജീവിതം. ഒരു പ്രസിദ്ധ കഥ പ്രകാരം അവരുടെ കുടുംബം പുല്ലുകൊണ്ട് ഉണ്ടാക്കിയ ചപ്പാത്തി വരെ കഴിക്കേണ്ടി വന്നു. എങ്കിലും അദ്ദേഹം ഒരിക്കലും കീഴടങ്ങിയില്ല. പുനർവിജയം. കാലക്രമേണ അദ്ദേഹം തന്റെ സൈന്യത്തെ പുനഃസംഘടിപ്പിച്ചു. ഗറില്ല യുദ്ധതന്ത്രം സ്വീകരിച്ച് മേവാറിലെ പല പ്രദേശങ്ങളും തിരിച്ചുപിടിച്ചു. നിരവധി കോട്ടകൾ വീണ്ടും കൈവശപ്പെടുത്തി. എങ്കിലും ചിത്തോർഗഡ് തിരികെ പിടിക്കാൻ കഴിഞ്ഞില്ല. യുദ്ധകൗശലവും ശക്തിയും. 2 വാളുകൾ ധരിച്ചിരുന്നു. ഭാരമേറിയ കവചം ധരിച്ചിരുന്നു. ഗറില്ല യുദ്ധത്തിൽ വിദഗ്ധനായിരുന്നു. അറാവലി മലനിരകളെ തന്ത്രപരമായി ഉപയോഗിച്ചു. തലസ്ഥാനം. പിന്നീട് അദ്ദേഹം ചാവണ്ട് തന്റെ തലസ്ഥാനമായി മാറ്റി. മരണം 19 ജനുവരി 1597. കാരണം വേട്ടയ്ക്കിടെ ഉണ്ടായ പരിക്ക്. മരണത്തിന് മുമ്പ് അദ്ദേഹം തന്റെ മകനോട് വാഗ്ദാനം വാങ്ങി: മുഗളുകളുടെ മുമ്പിൽ ഒരിക്കലും തലകുനിയരുത്. മഹാരാണ പ്രതാപ് എന്തുകൊണ്ട് മഹാനാണ്? അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് സ്വാതന്ത്ര്യം, ആത്മാഭിമാനം, ദേശസ്നേഹം, അടങ്ങാത്ത ധൈര്യം. ശക്തരുടെ മുമ്പിൽ തലകുനിയുന്നതിന് പകരം അദ്ദേഹം പോരാട്ടത്തിന്റെ പാത തിരഞ്ഞെടുത്തു.